സത്യം സത്യം. ഇനിയും കൊഞ്ചം വേണം. മടപ്പാട് AP RP ഇല്ലാത്തതുകൊണ്ട് RDR ഒന്നും ലൈവ് കാണാൻ മൂടില്ല. AP മെലിഞ്ഞു കിട്ടുമെന്നോ? മെലിഞ്ഞിട്ടൊന്നും ഇല്ലടാ. ഭക്ഷണക്രമമൊക്കെ പാടാണ്. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ചില സമയം രാത്രി അവള് കൊണ്ട് തരുവ് വാരി തിരിക്കൊണ്ട് വന്നിട്ട് അപ്പോഴാണ് ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കുന്നത്. രാവിലത്തെ കഴിക്കുമ്പോൾ ഒരു സമയമാവും, കിടക്കുമ്പോൾ ഒരു സമയമാവും. എല്ലാം ഒന്ന് റെഡി ആക്കണം. സിറ്റി ഒന്ന് അപ്പായി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരാഴ്ച നല്ലപോലെ കിടന്നൊന്ന് ഉറങ്ങണം. സ്വസ്ഥമായിട്ട് ആരും ശല്യം ചെയ്യാതെ ഒരാഴ്ച സ്വസ്ഥമായിട്ട് നേരത്തെ കിടന്ന് നേരത്തെ എണീക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴാണോ ഞാൻ എണീക്കുന്നത് അപ്പം എണീക്കണം. അപ്പം സിറ്റിയൊക്കെ ഒന്ന് അപ്പാക്കിയിട്ട് വേണം എനിക്കൊന്ന് നല്ല രീതിയിലൊന്ന് എൻ്റെ ബോഡിക്കൊരു റെസ്റ്റ് കൊടുക്കാൻ. പിന്നെ യെസ് ഞാൻ ഡെഫൻ മാറ്റിക്കോട്ടെ. കേൾക്കാവോ ഗൈസ്? ഹലോ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? യാ പിന്നെ എന്താണ് പറയാൻ വന്നത്? യെസ്, ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇനി ഞാൻ ലൈവ് വരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ സെർവർ അപ്പാകുമെന്ന്. അതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, അതും കൂടെ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ലൈവ് ഇട്ടത്. കാരണം അന്ന് ഞാൻ പോയതിന് ശേഷം ഇതുവരെ ഞാൻ ലൈവ് വന്നിട്ടില്ല. സെർവറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ബട്ട് എന്താ പറയുക, നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരുമ്പം നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാത്ത ഒരു സെർവറായിരിക്കും വരാൻ പോകുന്നത്, അത്രയും ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ പഴയ ജോബ്സുകൾ ഒന്നും ആയിരിക്കത്തില്ല സെർവറിൽ ഉണ്ടാകാൻ പോകുന്നത്. പഴയതിൽ എനിക്ക് വന്നു മറ്റേ ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ ഡൈനോ? ട്രക്ക് ജോബും ബസ് ജോബും മാത്രമല്ലേ കാണത്തുള്ളൂ? തിരിച്ചിട്ടോ? ഓക്കെ, അപ്പം ബസ് ജോബും ട്രക്ക് ജോബും മാത്രമേ കാണത്തുള്ളൂ. അതുകൂടാതെ ഇനി ഈ തവണ നിങ്ങൾക്ക് ഇനി ജോബിനൊരു ക്ഷാമവും കാണത്തില്ല. ഒരു 10-12 ജോബുകളുണ്ടാവും. ഓക്കെ, ഒരു 10-12 ജോബുകളുണ്ടാവും. പിന്നെ അല്ല, ഇപ്പൊ തന്നെ 13 ആയി. 13 15 ജോബ് കയറും, 2 ജോബ് കൂടെ കയറുമല്ലോ. ആണോ? ഒരു 10 കൂട്ടിക്കോ നിങ്ങള്. ബാക്കി 15 ചിലപ്പം തുടങ്ങുമ്പോഴത്തേക്ക് കാണുമായിരിക്കും, ചിലപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ബട്ട് ഒരു 10 to 15 ഇടയ്ക്ക് ജോബുകൾ സെർവറിലുണ്ടായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ജോബ് ചെയ്ത് മടുക്കണ്ട, പലതരം ജോബുകൾ മാറി 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 നിങ്ങൾക്ക് ചെയ്യാം. അതെല്ലാം സെറ്റായിരിക്കും. ഒരു ഫ്രഷ് ഔട്ട്ലുക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഔട്ട്ലുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ കഴിഞ്ഞ സെർവറിൽ എല്ലാവരുടെയും വിഷമമായിരുന്നു ആക്ടിവിറ്റി ഇല്ല എന്നുള്ളത്. സോ ഈ തവണ ആക്ടിവിറ്റിക്ക് ഒരു കുറവും കാണത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ സെർവറിലുണ്ടാവും. ചിലപ്പോൾ ചെയ്ത് മടുക്കാതിരുന്നാൽ മതി. ഇത്രയും ആക്ടിവിറ്റി വേണ്ട എന്ന് ഇനി പറയരുത് നിങ്ങൾ. സെർവറിൽ ഇടുന്ന ഒരു സാധനവും എടുത്ത് മാറ്റാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാ പ്ലേയേഴ്സിനെയും കളിക്കുന്ന രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നൊരു സെർവറാണ്. സെർവർ ലോഞ്ചായി കഴിഞ്ഞാലും 1 വീക്കോളം നമുക്ക് അതിൻ്റെ ബഗ് ഫിക്സസും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം കളിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. എന്ത് ബഗ് ഉണ്ടെങ്കിലും നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് തരാം, അതിൽ റിപ്പോർട്ട് ചെയ്യുക, വീഡിയോ പറ്റുമെങ്കിൽ ഇട്ട് തരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബഗ് ഫിക്സസും കാര്യങ്ങളും എല്ലാം ഉടനെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത്രയും പ്ലേയേഴ്സിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇത്രയും കാലം നമ്മുടെ പഴയ എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുറേ ആഴ്ചകളോളം അതിൻ്റെ എന്താ പറയുക പല കാര്യങ്ങളും ഫിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് ആ ഒരു പെർഫെക്റ്റ് സെർവർ ആയത്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. സോ ഇത് മൊത്തത്തിലൊന്ന് റെഡിയായി വരാൻ നമുക്കൊരു 2 ആഴ്ച സമയം നിങ്ങൾ തരണം. നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. അതിലൊന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഞാൻ പറയുന്നത് നമ്മുടെ ഒരു പ്രതീക്ഷ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സെർവർ ആണെന്നാണ്. ബട്ട് സ്റ്റിൽ അറിയത്തില്ല, പല കാര്യങ്ങൾ വരാം, പല പ്രശ്നങ്ങൾ വരാം. സെർവർ ലോഞ്ചേഴ്സും ഡീഡോസ് വരാം, എന്തും വരാം. സോ എല്ലാവരും സഹകരിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, എക്കണോമി എന്ന് പറയുന്നൊരു സംഭവം ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 2 പൂജ്യം നമ്മുടെ എക്കണോമിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കുകയാണ്.
അതായത് ജോബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 CR ആണ് കിട്ടിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 lakh ആയിരിക്കും പെർ അവർ. അതായത് 1 മണിക്കൂറിൽ 1 CR ആണ് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി മുതൽ അത് 1 lakh ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ 1 ലക്ഷമാണ് ഫുഡിൻ്റെ പ്രൈസ് എങ്കിൽ നിങ്ങൾക്ക് ഇനി ഫുഡ് കിട്ടാൻ പോകുന്നത് 1000 രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഫുഡ് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാവരുടെയും ഫണ്ടിലും 2 പൂജ്യം കുറയും. അതായത് 1000 CR ഉള്ള ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് അത് 10 CR ആയിട്ട് കുറയും. മനസ്സിലായോ? ആ 2 പൂജ്യവും കുറയും. സോ നമ്മളിപ്പോൾ കറൻ്റ്ലി പുള്ളി വൈപ്പ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങണോ അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് നിങ്ങൾക്ക് തന്ന് തുടങ്ങണോ എന്നൊരു ഡൗട്ട് നമുക്കുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇത്രയും കാലം ഇപ്പം നിങ്ങൾക്കറിയാം 2 വർഷമായി എക്സലൻസ് അപ്പായിട്ട് നമ്മൾ ഇതുവരെ സെർവറിൽ വൈപ്പ് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനെയും അവരുടെ ടൈമിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. സോ ഒരു വൈപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫണ്ട് തിരിച്ച് കിട്ടും. ബട്ട് എത്ര ശതമാനം എന്നുള്ളത് നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളത് തീരുമാനിച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ വൈപ്പ് ആക്കത്തില്ല, അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. സെർവർ ഫുള്ളി വൈപ്പ് ആക്കത്തില്ല. നിങ്ങൾ എഫേർട്ട് എടുത്തതിനും ഹാർഡ് വർക്ക് ചെയ്തതിനും നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. പിന്നെ ഇന്ന് ഇട്ടെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർവർ അപ്പാക്കി തരാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ RP കളിക്കാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റഡ് സെർവർ അല്ല അപ്പാക്കി തരാൻ പോകുന്നത്. ഞാൻ വീണ്ടും ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് സെർവർ അല്ല അപ്പാക്കി തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അപ്പാക്കി തരാൻ പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫണ്ടുകൾ എല്ലാം ബോണ്ട് ആക്കാനുള്ള പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർവർ ആയിരിക്കും. ഓക്കെ, അതിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള RPക്കുള്ള സാധനങ്ങളും ഫോണ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇത്, ജോബിന് വേണ്ട EMSൻ്റെ ജോബ്, PD ജോബ്, അതേപോലെ മിസ്റ്ററക്സിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഗ്യാങ്ങിൻ്റെ ലോക്കറും ഗ്യാങ് ഹൗസസൊക്കെ നമ്മൾ നോക്കട്ടെ. കീഴിലുള്ളത് മീൻസ് ഓപ്പൺ സോഴ്സ് തന്നവരുടെ എല്ലാവരും ഉണ്ടാവും. അല്ലാത്തവർ നമ്മൾ പറയുന്ന കീഴിലോട്ട് അയച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെർവർ ആയിരിക്കും തരുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ സെർവർ നമ്മുടെ ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിക്കേറി ആരും ബോണ്ട് ആക്കരുത്. ബോണ്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ പോലും സിറ്റി കാണത്തില്ല. നിങ്ങൾക്ക് RP കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ കളിക്കേണ്ട, അത് നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പം നിങ്ങൾക്ക് RP ഒന്നും കളിക്കാനില്ല, നിങ്ങൾ തിരക്കാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഓൾറെഡി ബോണ്ട് ആക്കി വെക്കുക. നമ്മൾ ഓൾമോസ്റ്റ് 1 വീക്കോളം നിങ്ങൾക്ക് സമയം തരും. 1 അല്ലെങ്കിൽ 5 to 7 days ആയിരിക്കും നമ്മൾ ആ സെർവർ അപ്പാക്കാൻ പോകുന്നത്. 5 to 7 days ശേഷം ആ സെർവർ ടേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ നമ്മൾ അത് ഡൗൺ ചെയ്യും. ടേക്ക് ഡൗൺ ആവുന്നതല്ല, ഡൗൺ ചെയ്യും. ഓക്കെ, സോ ഗ്യാങ്ങുകൾ അവരുടെ ഗണ്ണ്, ബ്ലാക്ക് മണി, ഹീലബിൾസ്, ഇത്രയും കാര്യങ്ങൾ മിസ്റ്ററക്സിനെ ഏൽപ്പിക്കുക. സിറ്റിസൺസ് അവരുടെ ഫണ്ടെല്ലാം എടുത്തിട്ട് ബോണ്ടാക്കി മാറ്റുക. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് 5 to 7 ദിവസം ഉണ്ടായിരിക്കും. നമ്മൾ ലാസ്റ്റ് ഡേ എന്നാണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അനൗൺസ് ചെയ്ത് തരാം. സോ നിങ്ങൾക്ക് അതനുസരിച്ച് ഈ സിറ്റിസന്റെ ബ്ലാക്ക് മണി എന്ത് ചെയ്യേണ്ടതോ? ഇവനെന്ത് പറഞ്ഞു? നീ എന്ത് പറഞ്ഞു? ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കി 70 CR ഇനി 70 lakh ആയിരിക്കും അല്ലേ? ബാബാ, സിറ്റിസൺസിന്റെ ബ്ലാക്ക് മണി എന്താ ചെയ്യാ? കണ്ടോട്ടെ. സിറ്റിസൺസിന്റെ ബ്ലാക്ക് മണി എല്ലാം മിസ്റ്ററക്സിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മിസ്റ്ററക്സിന് ഓവർലോഡ് ആവതല്ലേ. നിങ്ങൾക്ക് ബ്ലാക്ക് മണി കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ തരാം. നിങ്ങൾ അതിൽ ബ്ലാക്ക് ബോണ്ടോ? ശരി, ബ്ലാക്ക് ബോണ്ട് എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളുടെ സിറ്റിസൺസിൻ്റെ ബ്ലാക്ക് മണി അതിൽ ഈ പറയുന്ന പോലെ ബ്ലാക്ക് ബോണ്ട് ആക്കിയാൽ മതി. പുതിയ സെർവറിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടുന്നതായിരിക്കും. സോ സെർവർ മോസ്റ്റ് പ്രോബബ്ലി 31-ാം തീയതി നമ്മൾ അപ്പാക്കും. 31-ാം തീയതിക്ക് നമ്മൾ ആ സെർവർ അപ്പാക്കി തരാം. അതിൽ നിങ്ങൾക്ക് ഇതേപോലെ RPകൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ബാക്കിയുള്ള ചില്ല് നടക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ജോബുകൾ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജോബുകൾ നമ്മൾ കീപ്പ് ചെയ്തേക്കാം.
കുറച്ച് ശോകം ഗ്രൈൻഡ് ചെയ്ത് കയ്യിലുള്ള പൈസ കുറച്ച് ശോകമാവൂലേന്നോ എന്നുവെച്ചാ അപ്പോൾ ഷെയ്ഖിന്റെ 35,000 CR പോകുമ്പോ ഷെയ്ഖ് ഓജി മണി കൊടുത്ത് വാങ്ങിയതല്ലേന്നോ? ഷെയ്ഖ് 35,000 CR വാങ്ങിയിട്ടില്ല ബ്രോ. ആരുടെയും പൈസ പോത്തില്ല. ആരുടെയും പൈസ പോത്തില്ല. നിങ്ങൾ വാങ്ങിയ പൈസയാണെങ്കിൽ അത് ബോണ്ടാക്കി കൺവേർട്ട് ചെയ്യൂ. നമ്മൾ താൽക്കാലം 2 വെട്ടിക്കുറയ്ക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അത് എല്ലാവരുടെയും കയ്യിൽ നിന്ന് 2 കുറയും. നിങ്ങൾക്ക് കിട്ടുന്നതെന്നും കുറയും, നിങ്ങൾ വാങ്ങുന്നതെന്നും കുറയും. നിങ്ങളിപ്പോൾ ഒരു വണ്ടി 100 CRൻ്റെ ഒരു വണ്ടി നിങ്ങൾ വാങ്ങിയത് 100 CRനാണെങ്കിൽ ഇനി മുതൽ എത്ര 1 CR ആയിരിക്കും ആ വണ്ടിയുടെ വില. മനസ്സിലായോ? അതായത് 100 CRന് നിങ്ങൾ വാങ്ങിയ ഒരു വണ്ടിക്ക് ഇനി മുതൽ പുതിയ എക്കണോമി വരുമ്പോഴത്തേക്ക് 1 CR ആയിരിക്കും ഉള്ള വില. മാക്സിമം പെട്ടെന്ന് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ അതെല്ലാം കൺവേർട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഓക്കെ, അത് ഫസ്റ്റ് തിങ്. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ടൂർണമെൻറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എക്സ്ലാൻഡിസ് എക്സ് ഈഗിൾ നടത്തുന്ന ഒരു ടൂർണമെൻറ്റ് കറൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെപ്പറ്റി കുറച്ച് അപ്ഡേറ്റ്സ് പറഞ്ഞുതരാം. ആ ടൂർണമെൻറ്റിൽ കറൻ്റ്ലി ടോപ്പ് പൊസിഷനിൽ എത്തുകയാണെങ്കിൽ ആ ഒരു ഗ്യാങ്ങിന്, അല്ലെങ്കിൽ അണ്ടർഡോഗ്സ് ആയിട്ടുള്ള ഒരു ഗ്യാങ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാങ്ങിന് എക്സ്ലാൻഡിസിൽ ഡയറക്റ്റ് സ്ലോട്ട് കൊടുക്കും. കറൻ്റ്ലി 29 ഗ്യാങ്ങാണ് നമുക്കിപ്പോൾ ഉള്ളത്. സോ ആ ടൂർണമെൻറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അണ്ടർഡോഗ് ആയിട്ടുള്ള ഗ്യാങ്, അതായത് എക്സ്ലാൻഡിസിൽ ഇല്ലാത്ത വെളിയിലുള്ളൊരു ഗ്യാങ്ങിന് ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്യാങ്ങിന് നമ്മൾ ഡയറക്റ്റ് സ്ലോട്ട് കൊടുക്കും, ആ ടൂർണമെൻറ്റിലെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ആ ടൂർണമെൻറ്റിലെ ടോപ്പ് 3ക്ക് 1, 2, 3 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുന്ന ടീമുകൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എക്സ്ലാൻഡിസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കും. അതിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല, അത് പിന്നീട് അനൗൺസ് ചെയ്യാം. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടായിരിക്കും. അതാണ് ആ ടൂർണമെൻറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ്. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവർക്കൊക്കെ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ എൻഡിങ് ഡേറ്റ് എനിക്ക് തോന്നുന്നു 30, നാളെ ആണെന്ന് തോന്നുന്നു. നാളെ കൊണ്ട് അതിൻ്റെ ടൂർണമെൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു. സോ വെബ്സൈറ്റ് ത്രൂ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിന് ആദ്യമേ നിങ്ങൾ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്തിരിക്കണം. ആ ഡിസ്കൗണ്ടിൻ്റെ ലിങ്കും അതേപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്കും എല്ലാം ഓൾറെഡി അനൗൺസ്മെൻറ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഓൾറെഡി നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ആ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾ വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ടീം. ഇതാണ് കറൻ്റ്ലി ഉള്ള പ്രൈസ് പൂള്. ഫസ്റ്റ് പ്ലേസ് 1 lakh പ്രൈസ് പൂളിൻ്റെ ടൂർണമെൻ്റാണ്. നിങ്ങൾക്ക് ഫ്രീ രജിസ്ട്രേഷനാണ്. പിന്നെ കുറേ പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇത് ഗ്യാങ്ങുകൾ മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് 12 പേര് ഉണ്ടെങ്കിൽ ആർക്കും കളിക്കാം. സിറ്റിസൺ ആയിക്കോട്ടെ, ക്ലബ്ബ് ആയിക്കോട്ടെ, വേറെ ഇപ്പോൾ XMD, XPD, മിസ്റ്റർ എക്സ് ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടില്ല. ഗ്യാങ് ഒള്ളി എന്ന് പറയുന്ന ലിമിറ്റേഷൻ നമ്മൾ വെച്ചിട്ടില്ല. സോ നിങ്ങൾ ഇതൊരു ടൂർണമെൻ്റാണ്, ഇതിൽ ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 12 പേര് ഉണ്ടായാൽ മതി. ക്യാമ്പ് ഇല്ലല്ലേ? ഒന്നല്ലേ? സോ ഇതിൽ ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ടൂർണമെൻറ്റ് 2-ാം തീയതി തുടങ്ങും. ലാസ്റ്റ് ഡേ രജിസ്റ്റർ ചെയ്യേണ്ടത് 30-ാം തീയതിയാണ്. 30-ാം തീയതിക്കുള്ളിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് തീർക്കുക. ഇതിൽ പറയുന്നത് അണ്ടർഡോഗായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു അണ്ടർഡോഗ് ടീമിന് എക്സ്ലാൻഡിസിൽ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ടീമിന് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ എക്സ്ലാൻഡിസിൽ ഗ്യാങ് സ്ലോട്ട് കൊടുക്കുന്നതായിരിക്കും.